ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. PSC ബുള്ളറ്റിനിലുള്ള ആനുകാലികമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 2023 ഫെബ്രുവരി മാസത്തെ ആനുകാലികമാണ്. നമ്മൾ ഇതിനു മുമ്പ് 2023 ജനുവരി മാസത്തെ ആനുകാലികം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ നമ്മൾ ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അവിടെ കയറിയിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഓക്കെ, ആ ഒരു വീഡിയോ കാണുക. അത് ജനുവരി മാസത്തെ 2023 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2023 ഫെബ്രുവരി മാസത്തെ PSC ബുള്ളറ്റിനിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആനുകാലികങ്ങളാണ്. ഓക്കെ, നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്ന്, പ്രഥമ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ജേതാക്കൾ ആരാണ്? പ്രഥമ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ആരാണ്? ഇന്ത്യയാണ് പ്രഥമ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ജേതാക്കളായത്. ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പ്രഥമ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് കരസ്ഥമാക്കിയത്. അടുത്തൊരു ചോദ്യം, ഇന്ത്യയിൽ നടന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമയാണ്. ഒലി എന്ന ആമയാണ് ഇന്ത്യയിൽ നടന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നം. 15ാമത് ലോകകപ്പ് ഹോക്കി കിരീടം നേടിയത് ജർമ്മനിയാണ്. ബെൽജിയത്തെ പരാജയപ്പെടുത്തി ജർമ്മനിയാണ് ഹോക്കി കിരീടം 15ാമത് ലോകകപ്പ് ഹോക്കി കിരീടം കരസ്ഥമാക്കിയിരിക്കുന്നത്. ചിഹ്നം ഒലി എന്ന ആമ, മറന്നുപോകരുത്. ഓക്കെ, ഇന്ത്യയിലാണ് 15ാമത് ലോകകപ്പ് ഹോക്കി മത്സരം ഹോക്കി ലോകകപ്പ് നടന്നത് എന്ന് കൂടി ഓർക്കുക. അടുത്തത്, ആരുടെ ആത്മകഥയാണ് സ്പെയർ? സ്പെയർ എന്നത് ആരുടെ ആത്മകഥയാണ്? അത് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരന്റെ ആത്മകഥയാണ് സ്പെയർ എന്ന് പറയുന്നത്. ഹാരി രാജകുമാരന്റെ ആത്മകഥയാണ് സ്പെയർ. ഓക്കെ, ആരുടെ ആത്മകഥ? ഹാരി രാജകുമാരനാണ് സ്പെയർ. മറ്റൊരു ചോദ്യം, 2023 അറബ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഫുട്ബോൾ താരം ആരാണ്? അത് അഷ്റഫ് ഹക്കീമിയാണ്. മൊറോക്കൻ ഫുട്ബോളറായ അഷ്റഫ് ഹക്കീമിക്കാണ് 2023 അറബ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത്. അറബ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം 2023 നേടിയത് അഷ്റഫ് ഹക്കീമിയാണ് എന്ന് ഓർക്കുക. മൊറോക്കൻ ഫുട്ബോളറാണ്. 2023 71ാമത് വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടിയതാരാണ്? ആർബോണി ഗബ്രിയേൽ. ആർബോണി ഗബ്രിയേൽ ആണ് 2023 71ാമത് വിശ്വസുന്ദരി മത്സരത്തിൽ കിരീടം നേടിയത്. വിശ്വസുന്ദരി 2023 ആരാണ്? ആർബോണി ഗബ്രിയേൽ. അടുത്തത്, മദ്രാസ് IIT വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് ബാരോസ്. ഏതാണ്? ബാരോസ്. ബരോസ് എന്നും പറയുന്നുണ്ട്. മദ്രാസ് IIT വികസിപ്പിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബാരോസ്. അടുത്തത്, ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനമാണ് സൈക്ലോൺ 1? അപ്പൊ സൈക്ലോൺ എന്നു പറയുന്നത് ഒരു സംയുക്ത സൈനിക പരിശീലനമാണ്. ഇത് ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നുള്ള സംയുക്ത പരിശീലനമാണ് സൈക്ലോൺ 1 എന്ന് ചോദിച്ചാൽ ഇന്ത്യയും ഈജിപ്തും ചോദിക്കും. സൈക്ലോൺ 1 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക പരിശീലനമാണ്? ഇന്ത്യയും ഈജിപ്തും. ചിലപ്പോ ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനത്തിന്റെ പേര് ചോദിച്ചാൽ അത് സൈക്ലോൺ ആണ്. സൈക്ലോൺ 1 എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കാം. അടുത്തത്, 2023 ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തിയ വ്യോമ അഭ്യാസത്തിന്റെ പേരാണ് വിർ ഗാർഡിയൻ 2023. വിർ ഗാർഡിയൻ 2023. ആരൊക്കെ? ഇന്ത്യയും ജപ്പാനുമാണ് 2023 സംയുക്ത വ്യോമ അഭ്യാസം നടത്തിയത്. ഇതിന്റെ പേരാണ് വിർ ഗാർഡിയൻ 2023 എന്ന് പറയുന്നത്. ഓർത്തു നോക്കുക, വിർ ഗാർഡിയൻ, ഇന്ത്യയും ജപ്പാനും സംയുക്ത വ്യോമാഭ്യാസം. സൈക്ലോൺ 1 ഇന്ത്യയും ഈജിപ്തും സംയുക്ത സൈനിക പരിശീലനം. അടുത്തത്, ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? ഗായകൻ P ജയചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം 2023 ലഭിച്ചത് P ജയചന്ദ്രനാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത്, 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെ? 2023 പത്മശ്രീ ലഭിച്ച മലയാളികൾ 23ലാണ്. ഒന്ന്, VP അപ്പുക്കുട്ടൻ പൊതുവാൾ. VP അപ്പുക്കുട്ടൻ പൊതുവാൾ. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയും ഒരു ഗാന്ധിയനുമാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ VP അപ്പുക്കുട്ടൻ പൊതുവാൾക്ക് പത്മശ്രീ 2023 ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനായ ചെറുവയൽ രാമനും 2023 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. വയനാട്ടുകാരനാണ്. പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനാണ് ചെറുവയൽ രാമൻ. 2023 പത്മശ്രീ ലഭിച്ച ഒരു മലയാളിയാണ്. അതുപോലെ CI ഐസക്കിനും 2023 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആരാണ് CI ഐസക്? ചരിത്രകാരനും
വിദ്യാഭ്യാസ വിദഗ്ധനുമാണ് CI ഐസക്. അപ്പോൾ CI ഐസക് 2023 പത്മശ്രീ ലഭിച്ച ഒരു മലയാളിയാണ്. മറ്റൊന്ന് SRD പ്രസാദ്. SRD പ്രസാദിനും 2023 പത്മശ്രീ ലഭിച്ചു. SRD പ്രസാദ് ഒരു കളരിപ്പയറ്റ് ആചാര്യനാണ്. കളരിപ്പയറ്റ് ആചാര്യൻ കൂടിയാണ് SRD പ്രസാദ് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 പേർക്കാണ് 2023 പത്മശ്രീ ലഭിച്ചത്. ഒന്ന് VP അപ്പുക്കുട്ടൻ പൊതുവാൾ, മറ്റൊന്ന് ചെറുവയൽ രാമൻ, മറ്റൊന്ന് CI ഐസക്, അതുപോലെ SRD പ്രസാദ് എന്ന 4 പേർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്തത് 2023 കൈരളി സരസ്വതി സ്മാരക സാഹിത്യ സമിതിയുടെ സമഗ്ര സംഭാവന സാഹിത്യ പുരസ്കാരം ലഭിച്ചത് K ജയകുമാറിനാണ്. നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ K ജയകുമാർ, അദ്ദേഹം ഒരു കവി കൂടിയാണ്. ഇദ്ദേഹത്തിനാണ് 2023 കൈരളി സരസ്വതി സ്മാരക സാഹിത്യ സമിതിയുടെ സമഗ്ര സംഭാവന സാഹിത്യ പുരസ്കാരം ലഭിച്ചത് K ജയകുമാർ. മറ്റൊന്ന് മുഗൾ ഗാർഡൻ. നമ്മൾ കേട്ടിട്ടുണ്ട് മുഗൾ ഗാർഡൻ, രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടമാണ് മുഗൾ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് എന്താണ്? ഉത്തരം അമൃത് ഉദ്യാൻ എന്നാണ്. എന്നാൽ മുഗൾ ഗാർഡൻ എന്ന പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അമൃത് ഉദ്യാൻ എന്നാണ്. അമൃത് ഉദ്യാൻ, മുഗൾ ഗാർഡൻ അമൃത് ഉദ്യാൻ എന്ന പേര് മാറി. അടുത്തത് 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം കിരീടം നേടിയതാരാണ്? ആര്യാന സബലേങ്കയാണ്. ആര്യാന സബലേങ്ക 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം കിരീടം നേടിയത് ആര്യാന സബലേങ്ക. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. നൊവാക് ജോക്കോവിച്ചിന് 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടവും നേടി. അപ്പോൾ വനിതയിൽ ആര്യാന സബലേങ്കയും പുരുഷന്മാരുടേതിൽ നൊവാക് ജോക്കോവിച്ചുമാണ് എന്നങ്ങ് ഓർത്തു വെക്കുക. അടുത്തത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് മനോജ് മണിയൂരിനാണ്. മനോജ് മണിയൂരിനാണ് 2022 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇത് കൊടുക്കുന്നത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇദ്ദേഹത്തിന്റെ ചിമ്മിനിവട്ടം എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം. അപ്പൊ മനോജ് മണിയൂരാണ് ചിമ്മിനിവട്ടം എന്ന കൃതി എഴുതിയതെന്ന് കൂടി ഓർക്കുക. അടുത്തത് 2023 പത്മഭൂഷൺ നൽകി ആദരിച്ച ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ അത്യുന്നത പ്രതിഭ 2023 അന്തരിച്ചു. ആരാണ് ആ വ്യക്തി? അത് വാണി ജയറാമാണ്. അപ്പൊ 2023 പത്മഭൂഷൺ ലഭിച്ച ഒരു വ്യക്തിയാണ് വാണി ജയറാം. 2023 തന്നെയാണ് വാണി ജയറാം അന്തരിക്കുകയും ചെയ്യുന്നത്. ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് 2023 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? അത് കൂവം നദിയാണ്. കൂവം നദി, ചെന്നൈയിലാണ് കൂവം നദി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, 2023 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ ഒരു നദി അത് കൂവം നദിയാണ്. കൂവം നദി ചെന്നൈയിലാണ് എന്ന് ഓർക്കുക. മറ്റൊന്ന് 2023 രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനാണെന്ന് ഓർക്കുക. ഇപ്പൊ 2023 രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരം, ഇന്ത്യ UK അച്ചീവേഴ്സ് പുരസ്കാരം ലഭിച്ചത് മൻമോഹൻ സിംഗിനാണ് 2023. ആർക്കാണ്? മൻമോഹൻ സിംഗ്. മറ്റൊന്ന് പോപ്പ് സംഗീത രാജാവ് മൈക്കൽ ജാക്സന്റെ ജീവചരിത്രം പ്രമേയമായി ഹോളിവുഡിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മൈക്കൽ എന്ന് പറയുന്നത്. മൈക്കൽ എന്ന് പറയുന്ന ചിത്രം ആരുടെ ജീവചരിത്രം പ്രമേയമായി വരുന്നതാണ്? അത് നമ്മുടെ മൈക്കൽ ജാക്സന്റെ, പോപ്പ് സംഗീത രാജാവ് എന്നറിയപ്പെടുന്ന മൈക്കൽ ജാക്സന്റെ ജീവചരിത്രം പ്രമേയമായി ഹോളിവുഡിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മൈക്കൽ. മറ്റൊന്ന് പുതുതായി 12 ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ 92 ഉപഗ്രഹങ്ങളുമായി സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമായി മാറിയത് ഏതാണ്? അത് വ്യാഴമാണ്. അപ്പൊ സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ഏതാണ്? അത് വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം നിലവിലേതാണ്? വ്യാഴമാണ്. പുതുതായി 12 ഉപഗ്രഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ 92 ഉപഗ്രഹങ്ങളാണ് നിലവിൽ വ്യാഴത്തിനുള്ളത്. അപ്പൊ ഇതോടുകൂടി സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഒരു ഗ്രഹമായി വ്യാഴം മാറിയിരിക്കുകയാണ്. അടുത്തത് 2023 അന്തരിച്ച 2016 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരവും 1992 പത്മശ്രീയും ലഭിച്ച
5 തവണ ദേശീയ പുരസ്കാരവും 20 തവണ സംസ്ഥാന പുരസ്കാരവും നേടിയ ചലച്ചിത്ര സംവിധായകൻ ആരാണ്? അത് കെ വിശ്വനാഥനാണ്. അപ്പൊ 2023 കെ വിശ്വനാഥൻ എന്ന് പറയുന്ന ചലച്ചിത്ര സംവിധായകൻ അന്തരിക്കുന്നത്. ഇദ്ദേഹത്തിന് 2016 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു. 1992 പത്മശ്രീ ലഭിച്ചു. കൂടാതെ 5 തവണ ദേശീയ പുരസ്കാരവും 20 തവണ സംസ്ഥാന പുരസ്കാരവും ഈ കെ വിശ്വനാഥന് ലഭിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിത്വമാണ്, ഓർത്തു വെക്കുക. അടുത്തത് 2023 സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി ചുമതലയേറ്റതാരാണ്? മുൻ ഫുട്ബോളറായ യു ഷറഫ് അലിയാണ്. 2023 സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി ചുമതലയേറ്റത് യു ഷറഫ് അലി. ആരാണ്? യു ഷറഫ് അലി. ഓർത്തു വെക്കുക, ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നുകൂടിയാണ് യു ഷറഫ് അലി. 2023 സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. ഇതൊരു കറന്റ് അഫയേഴ്സ്. നിലവിലും അദ്ദേഹം തന്നെയാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. അടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ ബ്രാൻഡ് അംബാസഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഉത്തരം സഞ്ജു സാംസൺ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ ബ്രാൻഡ് അംബാസഡർ സഞ്ജു സാംസൺ ആണ് എന്ന് ഓർക്കുക. അടുത്തത് രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാതം, അതായത് ജെൻഡർ പാരിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം അത് കേരളം തന്നെയാണ്. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ അനുപാതമുണ്ട്, അതായത് ജെൻഡർ പാരിറ്റി എന്ന് പറയും. ഈ ജെൻഡർ പാരിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനം നിലനിർത്തിയ സംസ്ഥാനം കേരളമാണ്. ഏതാണ്? കേരള. സ്ത്രീ പുരുഷ അനുപാതത്തിൽ 1ാം സ്ഥാനം കേരളത്തിനാണ്. ജെൻഡർ പാരിറ്റിയിലും ഇൻഡെക്സിൽ കേരളമാണ് എന്ന് ഓർക്കുക. അടുത്തത് 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അത് സുഭാഷ് ചന്ദ്രനാണ്. 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. കൃതി സമുദ്രശില എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പൊ 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ സമുദ്രശില എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 2023 ഫെബ്രുവരി മാസത്തെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ PSC ബുള്ളറ്റിനിൽ വന്നിരിക്കുന്ന ആനുകാലികങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ PDF എന്താണ്? നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഫേസ്ബുക്ക് ചാനലുണ്ട്, നമുക്ക് ഫോളോയും ലൈക്കും ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക. അതുപോലെ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത നിരവധി ആളുകളുണ്ട്, അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. ഒരു 100K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് സഹായിക്കുക. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് രേഖപ്പെടുത്തുക. പിന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നവയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ ഉണ്ടാവാം, അവർക്ക് കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അവർക്ക് കൂടി ഇത് ഉപകാരപ്പെടട്ടെ. ഇതിന്റെ PDF ടെലഗ്രാം ചാനലിൽ നമ്മൾ ലഭ്യമാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. കൃത്യമായിരുന്ന് പഠിക്കുക. ജോലി സ്വപ്നം നമുക്ക് നേടാനുള്ളതാണ്. റാങ്ക് നേടി തന്നെ ആ ജോലി നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, സി യു.